എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ടൊവിനോ, സുരാജ് വെഞ്ഞാറമൂട്, പ്രിയന്തമ കൃഷ്ണൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ മൂവിയാണ് നരിവേട്ട. നിലവിൽ തിയേറ്ററിലേക്ക് എത്താനിരിക്കുന്ന നരിവേട്ടയുടെ സെൻസറിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ വരുന്ന മെയ് 16-ാം തീയതി നരിവേട്ട തിയേറ്ററിലേക്ക് എത്തുന്നതായിരിക്കും. തമിഴ് സൂപ്പർ താരം ധനുഷ് സിനിമയിലേക്ക് വന്നിട്ട് 23 വർഷങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ തന്നെ ധനുഷിന്റെ അടുത്ത് റിലീസ് ചെയ്യാനിരിക്കുന്ന കുബേര എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും ധനുഷിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. ചിത്രത്തിൽ ദേവ എന്ന കഥാപാത്രമായിട്ടാണ് ധനുഷ് എത്തുന്നത്. വരുന്ന ജൂൺ 20-ാം തീയതി തമിഴ് തെലുങ്ക് ഭാഷയിൽ കുബേര തിയേറ്ററിലേക്ക് എത്തുന്നതായിരിക്കും. സൂപ്പർ സ്റ്റാർ കമൽഹാസൻ, ചിമ്പു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മണിരത്നം സംവിധാനം ചെയ്ത് ഈ വരുന്ന ജൂൺ 5-ാം തീയതി തിയേറ്ററിലേക്ക് എത്താനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് തഗ് ലൈഫ്. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനും ട്രെയിലർ റിലീസും ഈ വരുന്ന മെയ് 16-ാം തീയതി നടത്താനിരുന്നതാണ്. എന്നാൽ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധവും മറ്റു പ്രശ്നങ്ങളാലും ഈ പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്തതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. മേ ബി ഇന്ന് യുദ്ധം അവസാനിപ്പിച്ചതിനാൽ ഈ ഒരു അപ്ഡേറ്റിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. ലാലേട്ടനെ നായകനാക്കി ചെമ്പൻ വിനോദിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു റംബാൻ. പിന്നീട് പല കാരണങ്ങളാൽ ആ സിനിമ ഉപേക്ഷിച്ചതായി മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ചെമ്പൻ വിനോദ് ലാലേട്ടന് വേണ്ടി പുതിയൊരു സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല 2 പുതുമുഖ സംവിധായകരാവും ഈ ചിത്രം സംവിധാനം ചെയ്യുകയെന്നും പറയപ്പെടുന്നു. ഡ്രാഗൺ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായി നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡ്യൂഡ്. മലയാളി താരം അമിത ബൈജു ആണ് ഈ ചിത്രത്തിൽ നായികയായി എത്തുന്നത്. മൈഥിലി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കീർത്തീശ്വരനാണ്. ഈ വർഷം ദീപാവലി റിലീസായി ഒക്ടോബർ 17-ാം തീയതി ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതിയെ കേന്ദ്ര കഥാപാത്രമാക്കി അറുമുഖകുമാർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ത്രില്ലർ സിനിമയാണ് എയ്സ്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എയ്സ് ഈ വരുന്ന മെയ് 23-ാം തീയതിയാണ് തിയേറ്ററിലേക്ക് എത്തുക. ഇപ്പോൾ അതിനു മുന്നോടിയായി ഇന്ന് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ മൂവി ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിക്കുന്ന ആട് 3 എന്ന ചിത്രത്തിന്റെ പൂജ ഇന്ന് നടക്കുകയുണ്ടായി. യുവാക്കൾക്കിടയിൽ വലിയൊരു ഫാൻ ബേസ് ഉള്ള സിനിമകളാണ് ആട് 2 എന്നീ സിനിമകൾ. അതുകൊണ്ട് തന്നെ ആട് 3 സിനിമയുടെ അനൗൺസ്മെന്റ് പുറത്തു വന്നത് മുതൽ തന്നെ നിരവധി റൂമറുകൾ സിനിമയുടെ ജോണറുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. പ്രധാനമായും ആട് 3 ഒരു സോംബി ചിത്രമായിരിക്കുമെന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ഇപ്പോൾ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് തന്നെ ആട് 3 സോംബി ചിത്രമല്ലെന്നും പകരം ഒരു എപ്പിക് ഫാന്റസി ടൈം ട്രാവൽ മൂവി ആയിരിക്കുമെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഫ്രൈഡേ ഫിലിംസ് നിർമ്മിച്ചിട്ടുള്ള സിനിമകളിൽ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ടാവും ആട് 3 ഒരുങ്ങുകയെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവായ വിജയ് ബാബു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജയസൂര്യ, ഷാജി പാപ്പൻ എന്ന കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ആട് 3-ൽ സൈജു കുറുപ്പ്, സണ്ണി ദെയ്ൻ, വിനായകൻ, ഭഗത് മാനുവൽ, ഇന്ദ്രൻസ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തും. ഈ വർഷം ക്രിസ്മസ് റിലീസായി ആടിന്റെ 3-ാം ഭാഗം തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള പ്ലാനിലാണ് മൂവി ടീം. അങ്ങനെ കുറച്ചധികം നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രം മോളിവുഡിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. മലയാള സിനിമാക്കാർ ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ അയാൾ സകല റെക്കോർഡും തിരുത്തി കുറിക്കുമെന്ന്. അതിന് ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ പുറത്തു വന്നിട്ടുള്ള തുടരും എന്ന ചിത്രം. 2025 ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു വർഷമാണ്. നടനായും താരമായും ലാലേട്ടൻ ഒരിക്കൽ കൂടി തന്റെ സ്ഥാനം മോളിവുഡിനെ അറിയിച്ചു എന്ന് വേണം പറയാൻ. ഈ വർഷം ആദ്യം പുറത്തുവന്ന എമ്പുരാൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ 250 കോടി രൂപയോളം ലോകമെമ്പാടും നിന്നും കളക്ഷനായി സ്വന്തമാക്കിയിരുന്നു. ബോക്സ് ഓഫീസിൽ എമ്പുരാൻ കത്തിക്കേറിയെങ്കിലും ചിത്രത്തിന് മിക്സഡ് അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭ്യമായത്. എന്നാൽ അതിനുശേഷം പുറത്തുവന്ന തുടരും എന്ന തരുൺ മൂർത്തി ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റം നടത്തുന്നതിനോടൊപ്പം തന്നെ ആരാധകരും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ ഈ ചിത്രത്തെ ഏറ്റെടുത്തപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് വിജയമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. 2023-ൽ പുറത്തുവന്ന ജൂഡ് ആന്റണിയുടെ 2018 എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ 88 കോടി രൂപ എന്ന കേരള കളക്ഷൻ തകർത്ത് തുടരും എന്ന സിനിമ ഇതിനോടകം തന്നെ 91 കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്നും സ്വന്തമാക്കി കഴിഞ്ഞു. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 188 കോടി രൂപയിലേക്കും എത്തിയെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. തുടരും എന്ന ലാലേട്ടൻ സിനിമയുടെ വലിയൊരു നേട്ടം നടന്നിരിക്കുന്നത് വെറും 15 ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ്. മേ ബി ചിത്രത്തിന്റെ ഫൈനൽ റൺ ടൈമിൽ കേരള കളക്ഷൻ 100 കോടിയിലേക്കും വേൾഡ് വൈഡ് കളക്ഷൻ 220 കോടിയിലേക്കും എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, ലാലേട്ടനാണ് മോളിവുഡിന്റെ ഒരേ ഒരു രാജാവെന്ന്.
നെസ്ലിൻ, ലുക്മാൻ, ഗണപതി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന. ഇപ്പോഴത്തെ ആലപ്പുഴ ജിംഖാനയുടെ OTT റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന മെയ് 25 മുതൽ ആലപ്പുഴ ജിംഖാന OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമായി അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.